നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യത്വത്തിൻ്റെ വില. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നേർവേദിയുടെ 2000-ാം എപ്പിസോഡാണിത്. കഴിഞ്ഞ 2000 ദിവസങ്ങൾ, ഏതാണ്ട് 7 വർഷത്തോളം തുടങ്ങുന്ന കാലത്ത് പോലും ദൈവത്തിൻ്റെ വചനം പ്രതിദിനം ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ഇതിനിടയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാലും രോഗങ്ങളാലും അല്പം ചില ദിവസങ്ങളുടെ മുടക്കം വന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ ഇതുവരെ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ അന്ത്യനിയോഗം എന്നുള്ളത് നിങ്ങളെല്ലാവരെയും ശിഷ്യരാക്കുവിനെന്നാണ്. നിർഭാഗ്യവശാൽ എല്ലാവരെയും വിശ്വാസികളാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതായത് യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിൽ വന്ന് മരിച്ചത് എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ, അതായത് യേശു ഇവിടെ വന്നു, യേശു ദൈവത്വം തെളിയിച്ചു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു വീണ്ടും വരും, ഇത് വിശ്വസിച്ചാൽ സ്വർഗം കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, യേശുവാണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർ പറയുന്നു. പ്രിയപ്പെട്ടവർ, യേശുവിന് വിശ്വാസികളെ അല്ല വേണ്ടത്. ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശ്വാസത്താൽ രക്ഷ ലഭിക്കുമെന്നുള്ള ആളുകൾ സ്നാനത്തിനെതിരാണ്. കാരണം സ്നാനം നടത്തുന്ന ഒരു സഭയാണ്. അപ്പോൾ ആ സഭയോട് ബന്ധപ്പെടണം, അവിടെ സാക്ഷ്യം പറയണം, അവരുടെ സൗകര്യത്തിന് വേണം സ്നാനമൊക്കെ ക്രമീകരിക്കാൻ. സ്നാനപ്പെട്ട ശേഷം പിന്നെ ആ സഭയിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലണം, ആരാധനയ്ക്ക് ചെല്ലണം, പിന്നെ പാട്ടുപാടണം, പ്രാർത്ഥിക്കണം, സ്വതരാഴ്ച ഇടണം, പിന്നെ അവരുടെ ശിക്ഷണത്തിനൊക്കെ വിധേയപ്പെടണം. ചിലർക്ക് അതിനൊന്നും താല്പര്യമില്ല. അവർ യേശുവിനെ വിശ്വസിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. ഇതാണ് അവർ ചിന്തിക്കുന്നത്. അവർ കൂട്ടുപിടിക്കുന്ന കുരിശിലെ കള്ളനെയും കൂടെയാണ്. കുരിശിലെ കള്ളൻ ബൈബിള് വായിച്ചില്ല, അവനൊരു സഭായോഗത്തിന് പോയില്ല, അവൻ പ്രാർത്ഥിച്ചില്ല, അല്ല അവൻ പാട്ടുപാടിയില്ല, അവൻ സ്വതരാഴ്ച ഇട്ടില്ല, എത്രയോ കാര്യം ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യരുത്, ബൈബിളൊന്നും വായിക്കരുത്, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുരിശിലെ കള്ളൻ ബൈബിള് വായിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കുരിശിലെ കള്ളൻ സ്വർഗാവകാശിയായി എന്ന് പറയുന്നത് ഏത് കാലത്താണ്? അത് യേശു അന്ത്യനിയോഗം നൽകുന്നതിന് മുമ്പാണ്. യേശു അന്ത്യനിയോഗം നൽകിയത് എപ്പോഴാണ്? താന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അതിനു മുമ്പ് ജീവിച്ചിരുന്ന എത്രയോ പേരുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അല്ലെങ്കിൽ ഹാബേൽ, ഹാനോക്ക്, ഏലിയാവ്, എലീശ, മോശ, യോശുവ, ഇവരാരും സ്നാനപ്പെട്ടില്ല. അത് പഴയ നിയമകാലമാണ്. എന്നാൽ യേശു പുതിയ നിയമത്തിൽ, അതായത് പുതിയ ചില കൽപ്പനകളാണ് തന്നിട്ടുള്ളത്. അതിനകത്ത് പെസഹയില്ല, അല്ലെങ്കിൽ പെരുന്നാളില്ല, യാഗങ്ങളില്ല, പിന്നെ പരിച്ഛേദനയില്ല, അവിടെ ശബത്തില്ല, അങ്ങനെ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളില്ല. 2 ആചാരങ്ങളേ ഉള്ളൂ. ഒന്ന്, ഒരിക്കൽ എന്നേക്കുമായി സ്നാനപ്പെടുക, സഭയോട് ബന്ധപ്പെട്ട് സ്നാനപ്പെടുക. 2, സഭയോട് ബന്ധപ്പെട്ട്
തിരുവത്താഴത്തിൽ പങ്കെടുക്കുക. പിന്നെ ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുക, സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. ഇതാണ് കർത്താവ് പുതിയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു ശിഷ്യത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വിലയെക്കുറിച്ച്, അതിന് നാം സഹിക്കേണ്ടി വരുന്ന ത്യാഗത്തെക്കുറിച്ച് പറയുകയാണ്. യേശു നമുക്കായി ചോര ചിന്തി അടിയേറ്റ് രക്ഷാമാർഗം ഒരുക്കി. നമ്മുടെ ഭാഗത്ത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ആ കാര്യത്തിന് അപ്പൻ ചിലപ്പോൾ എതിരായിരിക്കാം, അപ്പനത് വിശ്വാസമായിട്ടില്ല, അമ്മ എതിരായിരിക്കാം. അതായത് ശിഷ്യത്വത്തിന് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ ആളുകളോട് ചേർന്ന് ആരാധിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തോട് അപ്പനക്ക്, അമ്മയ്ക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ബന്ധുക്കൾക്കെതിരായിരിക്കാം, സുഹൃത്തുക്കൾക്കെതിരായിരിക്കാം. പക്ഷേ അവരെക്കാൾ കർത്താവിനെ സ്നേഹിക്കണം. കാരണം ഈ ബന്ധുക്കളൊക്കെ ശവക്കല്ലറ വരെ നമുക്കുണ്ടായിരിക്കുകയുള്ളൂ. അതോടെ ബന്ധം മുറിയുകയാണ്. എന്നാൽ ശവക്കുഴിക്കപ്പുറത്ത് നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധമാണ് യേശുവുമായിട്ടുള്ളത്. അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, നമ്മളെ തൻ്റെ നിത്യസ്നേഹിതരാക്കാനാണ്. യേശുവോട് പറയുകയാണ്, അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലമ്പുറയിടങ്ങളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഉപേക്ഷിക്കാത്തവന്, അല്ലെങ്കിൽ എന്നെക്കാൾ അധികം അവരെ പ്രിയപ്പെടുന്നവർക്ക് എൻ്റെ ശിഷ്യരാകാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരെക്കാൾ കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം. സ്നാനവും തിരുവത്താഴവും പാട്ടും പ്രാർത്ഥനയും സുവിശേഷ വേലയും എല്ലാം ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. യേശു ദൈവമാണെങ്കിൽ ആ ദൈവം കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ തയ്യാറാകണം. അടുത്തതായിട്ട് യേശു പറഞ്ഞു, തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരണം. എൻ്റെ ക്രൂശ് എന്നല്ല, യേശുവിൻ്റെ കുരിശ് യേശു എടുത്തു. അവനവൻ്റെ കുരിശ്. അവനവൻ്റെ കുരിശെന്ന് പറയുന്നത് കഷ്ടതയോ പ്രയാസമൊന്നുമല്ല, ഏകവചനത്തിലാണ് പറയുന്നത്. കുരിശ് കൊലമരമാണ്. ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ കുരിശെടുക്കാൻ കഴിയൂ. അവനെ കുരിശിച്ചു കൊല്ലാൻ വിധിക്കുമ്പോൾ തോളിൽ കുരിശു കൊടുക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ഒരു സാങ്കല്പിക കുരിശ് തോളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നെ ഇന്നായിരിക്കാം കുരിശിച്ചു കൊല്ലുന്നത്. യേശുവിന് വിശ്വസിക്കുന്ന എന്നെ ഇന്നായിരിക്കാം രക്തസാക്ഷിയാക്കുന്നത്. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ മരിക്കാനുള്ള മനസ്സ്, ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കണം. മുമ്പേ നമ്മൾ കേട്ടത് അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ, പിന്നെ സഹോദരന്മാരെക്കാൾ, സഹോദരിമാരെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ജീവനേക്കാൾ യേശുവിനെ സ്നേഹിക്കണം. അതാണ് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. യേശുവിന് വേണ്ടി മരിക്കാൻ, ജീവൻ ത്യജിക്കാൻ എനിക്ക് മനസ്സാണ്. കാരണം എൻ്റെ ശരീരത്തിലെ ജീവൻ പോകുന്നു ഒന്നും ഒരു നഷ്ടമല്ല. കാരണം തീർച്ചയായിട്ടും കർത്താവ് പുതിയൊരു ജീവിതം, പുതിയൊരു ശരീരം തരും. നിത്യതയിൽ കർത്താവിനോട് താന്നു നിൽക്കാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ മാത്രം സ്നേഹിപ്പാൻ നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.